നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് പ്രായമായവരിൽ മാത്രം വരുന്നതായി കണക്കാക്കിയിരുന്ന അസുഖമാണ് ഹൃദയാഘാതം. എന്നാൽ ഈ അടുത്ത കാലത്ത് കുട്ടികളിലും ഹൃദയാഘാതം വന്ന മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോഴിതാ സ്കൂളിലേക്ക് നടന്നു പോകുന്നതിനിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹൃദയാഘാതം വന്ന് മരിച്ചിരിക്കുകയാണ്. വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത വീട്ടുകാരും സ്കൂളും നാട്ടുകാരെല്ലാം തന്നെ കേട്ടത്. സംഭവം നടക്കുന്നത് തെലങ്കാനയിലെ രാമറെഡ്ഡി ജില്ലയിലാണ്. രാമറെഡ്ഡി മണ്ഡലത്തിലെ സിംഗരായപ്പള്ളി സ്വദേശിനി ശ്രീനിധി, 16 വയസ്സാണ് പ്രായം. ആ കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. സ്കൂളിന് സമീപം എത്തിയപ്പോൾ കുട്ടിക്ക് നെഞ്ചുവേദന പെട്ടെന്ന് വരികയായിരുന്നു. തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. സംഭവം ഒരു അധ്യാപകന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഉടനെ തന്നെ ശ്രീനിധിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഡോക്ടർമാർ CPR ഉൾപ്പെടെയുള്ള പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. രണ്ടാമത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ശ്രീനിധി മരണപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് അധ്യാപകരും സഹപാഠികളും എല്ലാവരും തന്നെ. വെറും 16 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല എന്നാണ് അധ്യാപകരടക്കം പറയുന്നത്. രാവിലെ യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ സ്കൂളിലേക്ക് പുറപ്പെട്ട കുട്ടിയാണ് പിന്നീട് പെട്ടെന്ന് സ്കൂളിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് കുഴഞ്ഞു വീഴുകയും ഹൃദയാഘാതം മൂലം മരിക്കുന്നത്. ശ്രീനിധിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മാസങ്ങൾക്ക് മുമ്പാണ് അലിഗഡിലെ സിറൌളി ഗ്രാമത്തിലെ ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ മോഹിത് ചൗധരിയും ഇത്തരത്തിൽ ഹൃദയാഘാതം മൂലം മരിച്ചത്. കായിക മത്സരത്തിനായി തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു അന്ന് 14-കാരൻ കുഴഞ്ഞു വീണത്. ഇതേ ജില്ലയിലുള്ള 8 വയസ്സുള്ള മറ്റൊരു കുട്ടിയും സുഹൃത്തുക്കളോടൊപ്പം കളിക്കുന്നതിനിടെയും കുഴഞ്ഞു വീണ മരിച്ചിരുന്നു. ഈ മരണവും ഹൃദയാഘാതം മൂലമായിരുന്നു. ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ 2 വർഷത്തിനിടെ 22% വർദ്ധിച്ചതായി അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ പ്രൊഫസർ M. റബ്ബാനി അടക്കമുള്ളവർ പറയുന്നുണ്ട്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവരാണ് അടുത്തിടെ ഇത്തരത്തിൽ ഹൃദയാഘാതം വന്ന മരിച്ചവരെല്ലാം തന്നെ. അതിനാൽ ശ്വാസതടസ്സം, നെഞ്ചുവേദനയും അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണമെന്നാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. ഇത്തരം വാർത്തകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെ ഹൃദയാഘാതം ഉണ്ടാകുന്നു എന്ന സംശയവും ഉടലെടുത്തേക്കാം. നമ്മളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അവയവങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് പെട്ടെന്ന് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ഹൃദയാഘാതം ഉണ്ടാകുന്നത്. ശരീരത്തിൽ പെട്ടെന്ന് രക്തത്തിന്റെ ഒഴുക്ക് നിൽക്കുമ്പോൾ ഓക്സിജന്റെ ലഭ്യതയും കുറയുന്നു. പെട്ടെന്ന് തന്നെ ലക്ഷണങ്ങൾ കാണുന്ന ആളെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ അത് ജീവന് തന്നെ ഭീഷണിയാണ്. കൊഗ്നീഷ്യൽ ഹാർട്ട് ഡിഫക്ട്സ് ഉള്ള കുട്ടികളിൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഡോക്ടറും പറയുന്നു. ഇത്തരം അവസ്ഥകളിൽ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ചിലപ്പോൾ ഇത്തരം ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുപ്പം മുതലുള്ളവരിൽ രക്തത്തിന്റെ ഒഴുക്ക് കുറയാനും ഇത് ഹൃദയാഘാതത്തിലേക്ക് പോകാനും സാധ്യത കൂട്ടുന്നു. ഇവ കൂടാതെ നവജാത ശിശുക്കളിൽ ന്യൂമോണിയ പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ന്യൂമോണിയ വർദ്ധിച്ചാലെല്ലാം അത് ഹൃദയത്തിലേക്ക് മിതമായ സമ്മർദ്ദം ചെലുത്തുകയും ഇത് ഹൃദയാഘാതത്തിന് മറ്റൊരു കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്, ഷോക്ക് ഏൽക്കുന്നത് എന്നിവയെല്ലാം പെട്ടെന്നുള്ള ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ ചില കുട്ടികൾക്ക് നേരത്തെ കണ്ടെത്താത്ത എന്തെങ്കിലും ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇതും ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്.